ഗവൺമെൻറ് തന്നെ നിശ്ചയിച്ച ജസ്റ്റിസ് സദാശിവം ഈ കേരളത്തിൻ്റെ ഗവർണറായതാണ്. യഥാർത്ഥത്തിൽ ഈ ഗവർണർ ഇപ്പം ചെയ്യേണ്ടത് ജസ്റ്റിസ് സദാശിവൻ്റെ കാല് കഴുകിയ വെള്ളം ഓരോ ദിവസവും കുടിക്കണം. എന്നാൽ തന്നെ പാപം തീരില്ല. SFIക്കാരെ വെല്ലുവിളിക്കുക, ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുക, ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുക, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുക. എന്ത് അസുഖമാണ് ഗവർണർക്കുള്ളത്? ഇടക്കിടക്കാണ് വരുന്നത്. 600 പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് SFIയെ വെല്ലുവിളിക്കുന്നത്. ഒരു കാര്യം ഞാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പോലീസുകാരനെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം SFIക്കാർ യാതൊന്നും ചെയ്യില്ല. പിന്നെ എന്തിനാണ് ഈ ചിലവാക്കുന്നത് വെറുതെ? ഗവർണറെ ഏതെങ്കിലും രൂപത്തിൽ ശാരീരികമായി ആക്രമിക്കുമെന്നോ അദ്ദേഹത്തെ ഏതെങ്കിലും രൂപത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്നോ SFI പറഞ്ഞിട്ടില്ല. SFI കരിങ്കൊടി കാട്ടുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമേ കാട്ടുകയും ചെയ്യൂ. അതിനെന്തിനാണ് ഇത്ര വെപ്രാളം പിടിക്കുന്നത്? ഈ 600 പോലീസുകാരെ വെച്ചിട്ട് ഇങ്ങനെ വീരവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറയുന്നത്, ഒരു പോലീസുകാരനും വേണ്ട. അദ്ദേഹത്തിൻ്റെ സംരക്ഷണം അദ്ദേഹത്തിന് ആവശ്യമാണെങ്കിൽ SFIക്കാർ തന്നെ കൊടുത്തോളൂ, യാതൊരു ബുദ്ധിമുട്ടുമില്ല. SFIക്കാർ ഒരു രൂപത്തിലും അദ്ദേഹത്തെ ആക്രമിക്കാൻ പോകുന്നില്ല. ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 2 പരിപാടി, ഡൽഹിയിലുള്ള പരിപാടിയോ RSSൻ്റെ പരിപാടിക്കാണ് പോയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരിപാടി അതും RSSകാർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് അതിനേക്കാളും മുമ്പേ RSSകാരെ വിളിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് സ്വകാര്യമായിട്ട് അവരോട് പറയുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ മുഖ്യമന്ത്രിയാണുള്ളത്. മുഖ്യമന്ത്രിയെ പാഠം പഠിപ്പിക്കണം എന്ന സന്ദേശമല്ലേ അദ്ദേഹം കൊടുക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഗവർണർ മനസ്സിലാക്കേണ്ടത് AK ബാലൻ ഇപ്പോൾ ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന ശേഷം AKG സെന്ററിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഗവർണറുടെ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങളിൽ, അദ്ദേഹത്തിന്റെ പെരുമാറ്റം സംബന്ധിച്ച കാര്യങ്ങളിലും സ്വാഭാവികമായും സംഘപരിവാർ സംഘടനകളോട് യോജിച്ച് നിന്നുകൊണ്ടാണ് ഗവർണറിന്റെ പെരുമാറ്റം എന്ന വിമർശനം ഉന്നയിക്കുകയാണ്.